ചെലവഴിക്കുന്നിടത്ത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഇങ്ങനെ ചെലവഴിക്കും നമ്മൾ. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചെലവഴിച്ചാൽ ഏറ്റവും കൂലി കിട്ടുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവും. ആ വിഭാഗത്തെ പലപ്പോഴും എന്ത് ചെയ്യൂല, നമ്മൾ നോക്കൂല. നാട്ടിലുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ സമ്പത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് 2 കൂലിയാണ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തെ നമ്മൾ പരിഗണിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതാരാ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ പ്രയാസപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുക. ജ്യേഷ്ഠാനുജന്മാർ പ്രയാസപ്പെടുന്നു, എളാപ്പ മൂത്താപ്പ മക്കളിങ്ങനെ അടുത്തതും അകന്നതുമായ ബന്ധുക്കൾ അവർ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ ആ പ്രയാസപ്പെടുന്നവരായ ആളുകൾക്ക് നമ്മൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞ പ്രതിഫലം 2 ആണ്. ഒന്ന്, കുടുംബ ബന്ധം ചാർത്തിയതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും, സ്വതക്ക ചെയ്ത കൂലി അവർക്ക് ലഭിക്കും. ഇത് നമ്മൾ ചെയ്യാറില്ല എങ്കിൽ മറ്റൊരു അപകടം അവിടെ ഉണ്ട്. അതെന്താ അറിയ നിങ്ങൾക്ക്? അതെന്താണ് അപകടം? നമ്മളിൽ നിഫാഖും റിയാഉം കടന്നു വരാനുള്ള സാധ്യത ഏറുണ്ട്. കാരണം എന്താ? ഇത് ചിലപ്പോൾ ആളുകൾ അറിഞ്ഞോളുന്നില്ല. എന്റെ ജ്യേഷ്ഠനൊടുക്കണ ആളുകളെ 4 ആൾ അറിഞ്ഞോളുന്നില്ല. എന്റെ കുടുംബത്തിൽ എവിടെയെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളെ തേടി ഞാൻ പോയി അത് കൊടുക്കുന്നത് ആളുകൾ അറിഞ്ഞോളുന്നില്ല. പക്ഷെ റെസിപ്റ്റിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? അത് 4 ആളുകൾ അറിയും. അവിടെ റിയാ കടന്നു വരാൻ, അതുപോലെ നമ്മുടെ സമ്പത്തിനെ കാർന്നു തിന്നുന്നതായ, അതിനെ നമ്മുടെ സ്വതക്കയെ ഇല്ലായ്മ ചെയ്യുന്നതായ വലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ നിങ്ങൾ എന്ത് ചെയ്ത് ഫലശൂന്യമാക്കി കളയരുത്, എടുത്തു പറഞ്ഞുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും എന്ന് പറയുന്ന ആ ഒരു വിഷയം. അതുപോലെ തന്നെ ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, റിയാഇനെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ചെലവഴിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിനെ മതിക്കേണ്ട ചില കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സിനെ അലട്ടേണ്ട ഒരു കാര്യം. അതാ ഞാൻ പറയുന്നത്, സമ്പത്ത് ആത്മസംസ്കരണവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളതിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്.